ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ പുതുക്കുന്നതിന് ഉടമകൾക്ക് നിർബന്ധമായും ഗ്രേസ് പീരിയഡ് അനുവദിക്കണമെന്ന് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവ്. പോളിസി കാലയളവിനുള്ളിൽ ഏതെങ്കിലും കാരണത്താൽ പ്രീമിയം അടച്ച് പുതുക്കാൻ കഴിയാത്തവർക്ക് ഈ അധിക സമയം ഗുണകരമാണ്. 1 വർഷം, 6 മാസം, 3 മാസം എന്നീ ഇടവേളകളിൽ പ്രീമിയം അടയ്ക്കുന്നവർക്ക് 30 ദിവസവും പ്രതിമാസ പ്രീമിയം അടയ്ക്കുന്നവർക്ക് 15 ദിവസവുമാണ് ഗ്രേസ് പീരിയഡായി ലഭിക്കുക. ഗ്രേസ് പീരിയഡിൽ പ്രീമിയം അടയ്ക്കുന്നവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ ഒന്നും നഷ്ടപ്പെടില്ല. പോളിസി കാലയളവിൽ തവണകളായി പ്രീമിയം അടച്ചവർക്ക് ഗ്രേസ് പീരിയഡിലും ആ കവറേജ് ലഭിക്കും. മുൻപ് ഇത് നിർബന്ധമല്ലായിരുന്നു. പല ഇൻഷുറൻസ് കമ്പനികളും വ്യത്യസ്തമായ തോതിൽ ഗ്രേസ് പീരിയഡ് നൽകുന്നുണ്ടെങ്കിലും ഏകീകൃത ചട്ടം ഉണ്ടായിരുന്നില്ല. മുൻപ് ഇറക്കിയ 55 സർക്കുലറുകൾക്ക് പകരമാണ് IRDAയുടെ മാസ്റ്റർ സർക്കുലർ. ഇതിനു പുറമെ ക്യാഷ്ലെസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമുകൾ 1 മണിക്കൂറിൽ അംഗീകരിക്കണമെന്ന സുപ്രധാന ഉത്തരവും IRDAI പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് 3 മണിക്കൂറിനുള്ളിൽ രോഗിക്ക് ആശുപത്രി വിടാൻ ഇൻഷുറൻസ് കമ്പനി അനുമതി നൽകണം. വൈകിയാൽ ഉണ്ടായേക്കാവുന്ന ആശുപത്രി ചെലവ് ഇൻഷുറൻസ് കമ്പനി വഹിക്കേണ്ടി വരും. ജൂലൈ 31 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. രോഗി ദീർഘനേരം കാത്തിരിക്കുന്ന സ്ഥിതി ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. കമ്പനികൾ ആശുപത്രികളിൽ ക്യാഷ്ലെസ് പോളിസികൾക്കായി പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് തുറക്കണം. പോളിസി കാലാവധിയിൽ ഇൻഷുറൻസ് ക്ലെയിം നടത്താത്തവർക്ക് പ്രത്യേക ആനുകൂല്യം അഥവാ നോ ക്ലെയിം ബോണസ് നൽകാവുന്നതാണ്. പ്രീമിയം തുക വർദ്ധിപ്പിക്കാതെ തന്നെ കവറേജ് തുക വർദ്ധിപ്പിക്കുകയോ പ്രീമിയത്തിൽ ഇളവോ നൽകാം. ഇൻഷുറൻസ് പോളിസിയിലെ നിബന്ധനകൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോളിസി എടുത്ത് 30 ദിവസത്തിനുള്ളിൽ പോളിസി റദ്ദാക്കാൻ ഉപയോക്താവിന് അവസരം നൽകണം. ചികിത്സയ്ക്കിടയിൽ രോഗി മരിച്ചാൽ ക്ലെയിം സെറ്റിൽമെന്റ് റിക്വസ്റ്റ് അടിയന്തരമായി പരിഗണിക്കണം. മൃതദേഹം ഏറ്റവും വേഗത്തിൽ വിട്ടു നൽകാനുള്ള നടപടി സ്വീകരിക്കണം. ഉടമയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻഷുറൻസ് പോളിസി റദ്ദാക്കാം. 7 ദിവസം മുൻപേ രേഖാമൂലം അറിയിക്കണമെന്ന് മാത്രം. ആനുപാതികമായ പ്രീമിയം തുക റീഫണ്ട് ചെയ്യണം. പോളിസി കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും നോമിനിയെ മാറ്റാനും അനുമതിയുണ്ടാകും. പോളിസി ഉടമയുടെ പരാതിയിന്മേൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ നൽകുന്ന ഉത്തരവ് 30 ദിവസത്തിനുള്ളിൽ പാലിക്കാൻ കമ്പനിക്ക് ബാധ്യതയുണ്ടാകും. ഇല്ലെങ്കിൽ പിന്നീടുള്ള ഓരോ ദിവസത്തിനും കമ്പനി പരാതിക്കാരന് 5000 രൂപ പിഴയായി നൽകണം. എല്ലാ പ്രായവിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാത്തരം ചികിത്സയ്ക്ക് വിധേയമാകുന്നവർക്കും യോജിക്കുന്ന പോളിസികൾ കമ്പനികൾ അവതരിപ്പിക്കണം. സ്റ്റെം സെൽ തെറാപ്പി, റോബോട്ടിക് ശസ്ത്രക്രിയ, ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ തുടങ്ങിയ നൂതന ചികിത്സാ രീതികൾക്കും പോളിസികൾ പരിഗണിക്കണം. പോളിസി എടുക്കുന്നവർക്ക് വ്യവസ്ഥകൾ, പോളിസി വിവരങ്ങൾ അടക്കം എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന തരത്തിൽ കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ് അഥവാ CIS നൽകണം.